തിരുവോണപ്പുലർച്ചയ്ക്ക് മുൻപായിട്ട് മാവേലി വരവേറ്റി ഇരുത്തണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛൻ. അതിനുവേണ്ടി മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റുമണ്ണോ അല്ലെങ്കിൽ കളിമണ്ണോ ഉപയോഗിച്ചിട്ടാണ് അച്ഛൻ മാവേലിയെ കുഴയ്ക്കാറ്. അപ്പോൾ എല്ലാ കൊല്ലവും അച്ഛൻ പുതിയ പുതിയ മാവേലിയെ ഉണ്ടാക്കുകയാണ് പതിവ്. കൊണ്ടുപിടിച്ച പണിത്തിരക്കിൻ്റെ ഇടയിലാണ് അച്ഛൻ വന്നിട്ട് മാവേലി ഉണ്ടാക്കുക. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. കാറ്ററിംഗുകാർക്ക് ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ പണിത്തിരക്കിൻ്റെ കാലമാണ്. തന്നെയല്ല, ഓണം പ്രമാണിച്ച് പാലടപ്രഥവനും പരിപ്പ് പ്രഥവൻ്റെയും ഗംഭീര പണി നടക്കുകയാണ് കാറ്ററിങ്ങിൽ. അതിൻ്റെ അപ്പം അച്ഛൻ വേഗം വന്ന് മണ്ണൊക്കെ ചവിട്ടി കുഴച്ച് അതിൻ്റെ കട്ടിയും കല്ലൊക്കെ മാറ്റി നല്ല സ്മൂത്താക്കി മണ്ണിനെ മാവേലി ഒരു പിരമിഡ് രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു മാവേലി കൂടെ സേനാംഗങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം ഉണ്ടാക്കി വെക്കാനുണ്ട് മാവേലികളെ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മുത്തശ്ശൻ്റെ, അതായത് തറവാട്ടിൽ മുത്തശ്ശൻ്റെ കാലം തൊട്ടേ ഉപയോഗിച്ചിട്ടിരുന്നൊരു മാവേലിയാണ്. മരത്തിൻ്റെ മാവേലിയാണ് കേട്ടോ. മരത്തിൻ്റെ മാവേലി, അതിനൊത്തൊരു വലിയൊരു പീടും. അപ്പോൾ ആ മാവേലീനെ അമ്മമാർ എല്ലാ കൊല്ലവും ഓണാവുമ്പോൾ അതെടുത്ത് തരും. ഞങ്ങൾ കുട്ടികളാണ് അതിനെ മണ്ണ് പൊതിയുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതിന് ഇഷ്ടിക ചാന്താണ് ഉപയോഗിച്ചിരുന്നത്. അത് വെച്ചിട്ട് മണ്ണ് പൊതിയൽ, പിന്നെ ചേങ്ങില, മാവേലിക്കുള്ളൊരു വടി അത് തയ്യാറാക്കിയത്, അതൊക്കെ കുട്ടികളാണ് അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തി കൊണ്ടുവരിക. അതുമാതിരി പൂക്കൾ, തുമ്പപ്പൂവും തുളസിയും ഒക്കെ അറുക്കുക. ഈ വക പരിപാടികളൊക്കെ, ചെറിയ ചെറിയ ജോലികളൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചിരുന്നു. സന്തോഷപൂർവ്വം കുട്ടികൾ അതൊക്കെ ചെയ്തിരുന്നു. അപ്പം അച്ഛൻ്റെ ഇവിടെ ഇതൊക്കെയാണ് എൻ്റെ ഓണക്കാലത്തെ ഓർമ്മകൾ. അതുമാതിരി ഇവിടെ മാവേലി ഉണ്ടാക്കി കഴിയാറായി അച്ഛൻ. ചെറിയ ചെറിയ മാവേലികൾ ഉണ്ടാക്കി തുടങ്ങി. അമ്മയും അടുക്കളയിൽ ഭയങ്കര ബിസിയിലാണ്. അമ്മയ്ക്ക് മാവേലി പൂജിക്കാനുള്ള അട തയ്യാറാക്കണം. അട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവട. മാവേലിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള പൂവടയാണ് തയ്യാറാക്കുന്നത്. കൂടെ അണിയാനുള്ള മാവും, ഉണക്കലരി കുതിർത്തി അണിയാനുള്ള മാവും തയ്യാറാക്കണം. അങ്ങനെ അമ്മയും ബിസിയാണ്. കുട്ടികൾ അച്ഛനുണ്ടെങ്കിൽ പൂ പൊട്ടിക്കലും ഒക്കെ ആയിട്ട് അവരും തിരക്കിലാണ്. അപ്പോൾ പിന്നെ ഒരു കാണാത്തൊരു ഐറ്റം കൂടി ഉണ്ട് അച്ഛനോട് ഉണ്ടാക്കി വെച്ചിട്ട്. ഒരു മുത്തശ്ശി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ പേരക്കുട്ടിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ട്, കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ ഈ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അമ്മയും പൂവടയ്ക്കുള്ള തയ്യാറെടുപ്പുകളിലൂടെ തുടങ്ങി. മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഈ മാവിൽ ചേർത്തേക്കുന്നത് അരി, പഴം, ശർക്കര, ചുക്ക ജീരകം, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് അരച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ നാക്കിലയിൽ, 2 നാക്കിലയിൽ അത് പരത്തും. അത് മാവേലിയെ പൂജിക്കാനുള്ളതാണ്. അതിൽ തുമ്പപ്പൂവും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. അതാണ് പൂവട എന്ന് പറയുന്നത്. അത് മാവേലിയെ നേദിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെക്കുന്ന ഒരു അടയാണ്. അപ്പം അതിൻ്റെ തിരക്കിലാണ് അമ്മ. നമ്മുടെ കുട്ടിക്കാലം മുതൽക്കേ ഓണം എന്ന് പറഞ്ഞാൽ കുറേ കളികളും, അതുപോലെ തുമ്പിത്തുള്ളൽ, പൂക്കുട വീശൽ, അതുമാതിരി മാണിക്യച്ചെമ്പഴുക്ക, ഇങ്ങനെ കുറേ കളികളൊക്കെ കളിച്ചിരുന്നു അത്രേ ഇതിൻ്റെ ഭാഗമായിട്ട്. അതുമാതിരി ഇതൊന്നും ഇപ്പം ചെയ്യാൻ പറ്റിയിട്ടില്ല അമ്മയ്ക്ക്. ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ. മറ്റുള്ള പുതിയ തലമുറയ്ക്ക് ഓണം ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് എന്നുള്ളത് കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. സാഹചര്യം കുറച്ച് തിരക്കായി പോയി. അച്ഛന് നല്ല ബിസിയായി പോയി. പിന്നെ വീഡിയോ എടുക്കാൻ ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ പിന്നെ അമ്മയ്ക്ക് വേണം ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. അച്ഛൻ തിരക്കായ കാരണം അമ്മയ്ക്ക് വേണം ഇതൊക്കെ ചെയ്യാൻ. ഞങ്ങൾ അടുത്തില്ലാത്തത് കൊണ്ടും ഒക്കെ, പിന്നെ പേരക്കുട്ടികളൊക്കെയാണ്, അവരൊക്കെ കൂടി സഹായിച്ചിട്ടാണ് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റണത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു എന്നോട്. കുറച്ചും കൂടി അടുത്ത കൊല്ലം നന്നായിട്ട് ചെയ്യണം, നിങ്ങളൊക്കെ വന്നാൽ അതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കൊല്ലം എന്തായാലും മുഴുവനായിട്ടും എങ്ങനെയായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു ഓണം, അത് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അമ്മ ഇവിടെ അട പരത്തുകയാണ്. അട പരത്തിയിട്ട് ഇത് നാക്കലയിലാണ് പരത്തുന്നത്. ഇത് മാവേലിക്ക് പൂജിക്കാനുള്ള അടയാണ്. ഇത് മാവേലിയെ പൂജിക്കുമ്പോൾ പൂജിക്കാനുള്ള അടയാണത്. ഇതിന് പൂവട എന്ന് പറയും. ഇതാണ് മാവേലി തളത്തിൻ്റെ അന്ന് വെക്കുമ്പോൾ നമ്മൾ പൂജിക്കാനുള്ളത്. അത് നാക്കലയിൽ വേണം എന്ന് നിർബന്ധമാണ്. അതിന് രണ്ടട ചോദിക്കാൻ വേണം. ഈ നാക്കലത്തെ ഇതാണ് പൂജിക്കാൻ പറ്റുന്നത്. അതിൽ ഇത് തുമ്പപ്പൂവ് കുറച്ച് ഇടണം. അതാണ് ഈ പൂവട എന്ന് പറയുന്നത്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് ഈ തുമ്പപ്പൂവ്. അപ്പോൾ അത് നമ്മൾ അതിൽ ഈ അടയിലിട്ടിട്ട് നിവേദിക്കണം. ആ തുമ്പപ്പൂവ് ഇങ്ങോട്ട് ഇങ്ങനെ
ഇമ്പിന് മാവേലി എടുക്കുന്ന സമയത്തും 4 മണിക്കൂർ വൈകുന്നേരം മാവേലി പിന്നെ ആദ്യം പൂജിക്കും. അപ്പോഴും ഈ പൂവട കൊണ്ടാണ് പൂജിക്കുക. നാളെ പഞ്ചാര പായസം വെച്ചിട്ട് ഉച്ചയ്ക്ക് പഞ്ചാര പായസം വെച്ചിട്ട് നിവേദിക്കും. പിന്നെ പഴവും ശർക്കരയും നിവേദിക്കും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ. 2-3 ഓണങ്ങളിൽ പഴവും ശർക്കരയും നിവേദിക്കും. വെച്ചു പഴം പുഴുങ്ങണ തട്ട് വെച്ചു. ഇനി അതിൽ അട വയ്ക്കണം. ഇത് ആവിയിലൊന്ന് പുഴുങ്ങണം. വെക്കാണ്. അപ്പോൾ മാവേലി വരവേൽക്കാനുള്ള സമയമായി. ഉത്രാടത്തിൻ്റെ അന്നാണ് ചെയ്യണത്. അതായത് ഉത്രാടം കഴിയുന്നതിന് മുന്നേ, തിരുവോണം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ സന്ധ്യയ്ക്കാണ് ഇവിടെ സാധാരണ ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവേലി ഇരുത്താനുള്ള കളമാണ്. അവിടെ ഉണക്കലരി കൊണ്ട് കോലിട്ട് അണിയുക എന്നാണ് പറയുക. അണിഞ്ഞ് അതുമാതിരി ഒരു പലക വെച്ച് നാക്കില കിഴക്കോട്ട് വെച്ച് അതിലും മുള്ളും അണിഞ്ഞ് അങ്ങനെ പ്രധാനപ്പെട്ട മാവേലിയും പരിവാരങ്ങളെയൊക്കെ വെച്ചിട്ട് ഉള്ള ചടങ്ങാണ് നിങ്ങൾ കാണുന്നത്. പലതിലും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. വലിയ മാവേലി നടുക്കും ചെറിയ 4 മാവേലികളെ സൈഡിലും വെച്ച് അമർത്തി യോജിപ്പിച്ച് വെക്കുക. പിന്നെ സേനാംഗങ്ങളായ ചെറിയ മാവേലി 4 ചുറ്റും വെച്ചിട്ടാണ് ഇങ്ങനെയാണ് വെക്കാറ്. അത് കഴിഞ്ഞിട്ട് ഒരു കോടി പുതപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട്. കോടിമുണ്ടിൻ്റെ ഒരു നൂലെടുത്തിട്ട് പ്രതീകാത്മകമായിട്ട് മാവേലിനെ ചുറ്റി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ചേങ്ങില എന്ന് പറഞ്ഞാൽ ചേങ്ങില വടിയും കുത്തിയിട്ടാണ് വരണത് എന്നാണ് മാവേലി സങ്കല്പം. ആ സങ്കല്പത്തിൽ മാവേലിക്കൊരു വടിയും ഇവിടെ നമ്മൾ ചേങ്ങില എന്നാണ് പറയുന്നത്. ആ ചേങ്ങില വടി ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. എന്തായാലും ഓണം പ്രമാണിച്ച് 2 ദിവസം നല്ല വെയിലായിരുന്നു കേരളത്തിൽ. അത് കാരണം തന്നെ മാവേലി ഉണ്ടാക്കിയതും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുളസിക്കതിരൊക്കെ കുത്താൻ കുറച്ച് പാടുപെടുകയാണ്. അത് പച്ചയ്ക്ക് തന്നെ, അതായത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ അതിൽ ചെറിയ ഓട്ടകൾ ഇടണമായിരുന്നു. പക്ഷെ അത് അച്ഛൻ മറന്നുപോയി തിരക്കിൻ്റെ ഇടയിൽ. അച്ഛൻ കാറ്ററിങ്ങിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ വിട്ടുപോയി. അതുകൊണ്ട് ചന്ദനത്തിരിയുടെ കോലുകൊണ്ടൊന്ന് കുത്തി കൊടുക്കുകയാണ്. നന്നായിട്ട് ഉറച്ചു. അതുകൊണ്ട് തന്നെ മാവേലിനെ യോജിപ്പിച്ച് വെക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ സേനകൾ 4 ചുറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തുളസി കതിർ ചൂടി കൊടുക്കുകയാണ് അച്ഛൻ. അങ്ങനെ മാവേലിക്ക് തുളസി കതിരും ചൂടി കൊടുത്തു. ചേങ്ങിലവടിയായി. ഇനി അച്ഛൻ ആ മാവേലിയുടെ മുകളിൽ അണിയാൻ പോവുകയാണ്. താഴെ അണിഞ്ഞിട്ടുണ്ട്. ഇരിക്കാനുള്ള പീഠം ഒരുക്കിയിട്ട് അണിയുന്നുണ്ട്. പിന്നെ മുകളിലും ഇങ്ങനെ അണിഞ്ഞിട്ടാണ് ചെയ്യാറ്. ഇനി പൂജ തുടങ്ങി. പൂജയ്ക്കുള്ള അട, പൂവടയും അതേമാതിരി നാളികേരം ഉടച്ച് വെച്ചിട്ടുണ്ട്. പൂക്കൾ, പൂജിക്കാനുള്ള വെള്ളം, കിണ്ടിയിൽ, ഇങ്ങനെയുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അമ്മ. അപ്പോൾ 1-ാം ഓണം എന്ന് പറയുന്നതാണ് മാവേലി വെക്കണ ഓണാണ്. അന്നത്തെ ദിവസം പൂവട കൊണ്ടും 2-ാമത്തെ ഓണം പഞ്ചാര പായസം കൊണ്ടാണ് ഉച്ചയ്ക്ക് മാവേലിനെ പൂജിക്കുക, നേദിക്കുക. അത് കഴിഞ്ഞിട്ട് 3-ാം ഓണം അതുപോലെ തന്നെ ശർക്കര, പഴനൂർക്ക്, പഴം ഇവ കൊണ്ടൊക്കെയാണ് നേദിക്കുന്നത്. 4-ാമത്തെ ഓണത്തിൻ്റെ അന്ന് എടുക്കുന്ന അന്നും മാവേലിനെ പറഞ്ഞയക്കണമെന്നും ഇതുപോലെ പൂവട കൊണ്ടാണ് പൂജിക്കാറ്. എന്നിട്ടാണ് മാവേലി പറഞ്ഞയക്കാറ്. അന്ന് ആർപ്പുവിളിയോടൊക്കെ കൂടി മാവേലിനെ അടുത്ത വർഷം വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ ആർപ്പ് വിളിച്ചിട്ടാണ് മാവേലിനെ സന്തോഷപൂർവ്വം പറഞ്ഞേക്കാറ്. ഈ ചടങ്ങുകളൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ചെയ്തിരുന്നത്.
അന്നൊക്കെ ആർപ്പുവിളി എന്ന് പറഞ്ഞാൽ ദൂരെ ദൂരേന്ന് കേൾക്കായിരുന്നു. ഇന്നിപ്പോൾ ആർപ്പുവിളി ഇല്ല, പൂവിളി ഇല്ലാണ്ടേ. അപ്പോൾ അങ്ങനത്തെ കോണായി മാറിയിരിക്കുന്നു ഇപ്പോൾ. എന്തായാലും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ നല്ലോണം ആസ്വദിച്ച്, അതായത് ആഹ്ലാദത്തോടെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ പൂജ ഏകദേശം കഴിയാറായി. ഇനി അഴലൊഴിയ എന്നുള്ളൊരു ചടങ്ങാണ്. അഴലൊഴിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുഃഖമൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാഴയുടെ അണയെടുത്തിട്ട് അതിൽ തുണി ചുറ്റി പന്തം പോലെ അത് ചുറ്റും മാവേലിയുടെ ചുറ്റും ഒഴിയുന്നതാണ്, ചടങ്ങാണ്. എന്നിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചടങ്ങ്. അഴലൊഴിയ എന്നാണ് ഇതിന് പറയുന്നത്. ആ ഒഴിഞ്ഞിട്ടുള്ള വാഴണേമിൽ കരി ഉണ്ട്. ആ കരിക്കുറി തൊടും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പൂജ കഴിയാറായി. അടുത്ത പൂജ എന്ന് പറയണത് പൂത്തറയമ്മിൽ മാവേലി വെച്ചിട്ടുണ്ട്. മാവേലി പൂജിക്കാനാണ്. അവിടെ പൂജിക്കാനുള്ള അടയും അതുമാതിരി കിണ്ടിയിൽ വെള്ളമൊക്കെ വേറെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് പോവുകയാണ്. ഇനി അവിടെയാണ് ചെറിയ രീതിയിലൊരു പൂജയും കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ഓണപ്പാട്ടൊക്കെ ഉണ്ട്, അതും കൂടി നിങ്ങൾക്ക് കേൾക്കാം. ഇതാണ് ചെറിയ പൂത്തറയാണ് കേട്ടോ ഇക്കൊല്ലം. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വലുതൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം പൂക്കളൊന്നുമില്ല. വെള്ളം കയറി, വീടിനകത്തൊക്കെ വെള്ളം കയറി, അതുമാതിരി നമ്മുടെ പൂന്തോട്ടമൊക്കെ വെള്ളം കയറി നശിച്ചു പോയി. കുറേ പൂക്കളൊക്കെ അത് കാരണം അടുപ്പിച്ച് മഴയൊക്കെ ആവുക കാരണം പൂക്കളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പൂക്കളാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. പിന്നെ അമ്മയച്ഛനും അല്ലേ ഉള്ളൂ സ്ഥിരം പൂക്കളിടാനും. അപ്പോൾ ചെറിയമ്മയാണ് അടുത്ത് നിൽക്കുന്നത്. ചെറിയമ്മയെ സഹായിക്കുന്നുണ്ട്. ആ ഓട്ട കുത്താൻ മറന്ന കാരണം തുളസിക്കതിര് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഉറച്ചു പോയി മണ്ണ്. ഉത്രാടം അഞ്ചു തൊട്ട് തിരുവോണം പുലരെ കണ്ട് നാക്കില മുറിച്ചു വെച്ച് നാളികേരം ഉടച്ചു വെച്ച് ചേങ്ങല വടിയും കുത്തി പൂക്കളം ചാടിമുങ്ങി മാവേലി മഹാരാജാവിൻ്റെ എഴുന്നള്ളത്ത് ഓണം പറഞ്ഞ പൂവേ വാ പൂവേ വാ പൂവേ. അപ്പം ഞങ്ങളുടെ ചെറിയ ഓണാഘോഷം മാവേലി വെക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. എടുക്കുന്നത് ഇനി 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്